അല്ല, ഒരു കാര്യം ഞങ്ങൾ സാധാരണ ജനങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിനേക്കാൾ ഭയക്കണം പ്രതിപക്ഷത്തിരിക്കുന്ന എൽ ഡി എഫിനെയാണ്. ആ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഇങ്ങനെ കയറി സമരവും പ്രക്ഷോഭവും ഹർത്താലും നടത്തി അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇവന്മാരൊക്കെ വല്ലാത്തൊരു തോൽവിയാണല്ലോ അല്ലേ? അല്ല, അത് പറഞ്ഞിട്ട് എന്താ കാര്യം? നേതാക്കന്മാർക്കില്ല, പിന്നെ എങ്ങനെ അണികൾക്ക് ഉണ്ടാവുന്നത്? ഈ 10 കൊല്ലം ഭരിച്ച സമയത്ത് കൊടുത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ സ്കൂളിൽ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 3 കോടിയോളം രൂപ ചെലവാക്കി എന്ന് പറയുന്നു. ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പൊ തകർന്നു വീണപ്പോ ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരായിട്ട് ഇങ്ങനെ സമരം ചെയ്യാനും പ്രതിഷേധം സംഘടിപ്പിക്കാനും നിന്ന് കഴിഞ്ഞാൽ പോലീസിന്റെ കാര്യം വിടുക, നാട്ടുകാർ സമ്മതിക്കുമോ? ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഇതുപോലെ. അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുക. അല്ല, ജനങ്ങൾക്ക് ഇനി മനസ്സിലാകാനൊന്നുമില്ല, ജനങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സമയാസമയം നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മുമ്പെന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും നമ്മൾ വിദൂരത്തിരുന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ കൂടിയാണ്. ഈ പത്രങ്ങളിലും എഴുതി വരുന്നത് അവർ അച്ചടിച്ച് വെക്കുന്നത് സ്വാധീനം ചെലുത്തി എന്തെല്ലാം നുണകളാണ് വെച്ചുപിടിപ്പിച്ചിരുന്നത് നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പല ചരിത്രങ്ങളും സത്യമല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? കാരണം മനുഷ്യന്റെ തലച്ചോറിനെ പോലും ചോദ്യം ചെയ്യുന്ന 10 വർഷം ഭരിക്കുന്നതിനിടയിൽ സംഭവിച്ച പല കാര്യങ്ങളും അതിന്റെ റിസൾട്ട് മോശമായപ്പോൾ ഇപ്പോൾ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ തെറി പറയാമെന്നുള്ള രീതി, കുറ്റപ്പെടുത്തുന്ന രീതിയിലും അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കിത് മനസ്സിലാവൂലേ? ഈ ജനങ്ങളെ പറ്റിച്ചാൽ അത് മനസ്സിലായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു അവസ്ഥ വന്നത്. എന്നിട്ടും മനസ്സിലാകാതെ വീണ്ടും വീണ്ടും നിരന്തരം ദിവസേന ഓരോ പ്രശ്നങ്ങൾ, അത് അവർ തന്നെ സ്വന്തം ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രഹസനം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഈ 10 വർഷമൊന്നും ഇവരെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ജനങ്ങൾ അനുഭവിച്ചു. വിലക്കയറ്റത്തിന്റെ കാര്യമായാലും ഓരോ നികുതിയുടെ കാര്യമായാലും എന്തെങ്കിലും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ, അത് ഞാൻ ഓരോന്നോരോന്നും എടുത്ത് പറയുന്നില്ല. എന്നിട്ട് ഇപ്പോൾ LDF സർക്കാർ ഭരണത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് സംഭവിച്ച ഓരോ തട്ടുകേടുകൾ ഇപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഇപ്പൊ ഭരണത്തിൽ കയറിയ പാർട്ടിയോട് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണോ ശരിയാകുക? അല്ല, നിങ്ങൾക്ക് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാനും അതിൽ നിന്ന് ഫ്രൂട്ട് എടുക്കാനും നോക്കുകയാണെങ്കിൽ അതൊന്നും ഇനി വില പോവില്ല. ആൾക്കാർക്ക് മനസ്സിലായി. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക, കാര്യമുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കൂ. അല്ല, ഒരു കാര്യം ഞങ്ങൾ സാധാരണ ജനങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഭരണത്തിലിരിക്കുന്ന LDFനേക്കാൾ ഭയക്കണം പ്രതിപക്ഷത്തിരിക്കുന്ന LDFനെയാണ്. ആ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഇങ്ങനെ കയറി സമരവും പ്രക്ഷോഭവും ഹർത്താലും നടത്തി അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അധികം നാളത് ചെയ്യേണ്ടി വരില്ല. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ജനങ്ങൾ ഇറങ്ങും നിങ്ങൾക്കെതിരായിട്ട്. ഒന്നുമില്ല, ജനങ്ങൾ തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, പാർട്ടി തീരുമാനിച്ച മുഖ്യമന്ത്രിയല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ഇറങ്ങിയത്. ആളെ മുട്ടിയ ചേരയും കടിക്കുന്നു പറയാറില്ലേ? അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി പ്രതികരിച്ച് അതിന്റെ ആവശ്യമായ റിസൾട്ട് വരാതിരുന്നാൽ ജനങ്ങൾ പിന്നെ തെരുവിലേക്ക് ഇറങ്ങും. അതിലൊരു സംശയവും വേണ്ട. അതിന് പാർട്ടിയൊന്നുമില്ല. അപ്പൊ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള രീതിയിലാണ്, ജനങ്ങളെ മണ്ടന്മാരാക്കിയ പോലെ ഇനിയും അത് തുടർന്നു പോകാനാണ് പരിപാടിയെങ്കിൽ ഒരു പാർട്ടിയും നിലനിൽക്കില്ല. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ.